ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പറയാൻ പോകുന്നത്, നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സ്ട്രെസ്സിനെ കുറിച്ചാണ്. അഥവാ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്സ് എല്ലാവരും അനുഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ മാനസികമായ പ്രയാസങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, അപ്പോൾ ശാരീരികമായ വല്ല അസുഖങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വല്ല കുടുംബത്തിൽ അത് തന്നെ മാനസികമായി ശാരീരികമായി ആർക്കെങ്കിലും നമ്മൾ അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സാമൂഹികമായി വല്ല പ്രയാസങ്ങൾ, അങ്ങനെയുള്ള സാമൂഹികമായ പ്രയാസങ്ങൾ പറഞ്ഞാൽ വളരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവ് ആക്ഷൻ എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, ദാമ്പത്യത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് നമുക്കൊരു പോസിറ്റീവായ ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അതിന് അനുകൂലമാകുന്ന രീതിയിൽ അതിനെ തീർക്കാവുന്ന അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കാറുള്ളത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് കാലങ്ങളായി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പല അസുഖങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് മാരകങ്ങളായ പല അസുഖങ്ങളിലേക്ക്, ഹൃദയ പ്രശ്നങ്ങളിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും. എന്നാൽ അത് അത്രയും ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. നമുക്ക് ഏത് സമയം ആശങ്ക, ഉത്കണ്ഠ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നിലനിൽക്കും. അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, ദേഷ്യം, എന്ത് കണ്ടാലും ദേഷ്യപ്പെടുക, പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, അല്ലെങ്കിൽ ദേഷ്യം തന്നെ ആങ്കറായിട്ട് വരിക, അല്ലെങ്കിൽ ചില സമയത്ത് ചിലതൊന്നും നമുക്കങ്ങ് ദഹിക്കാൻ പറ്റാത്ത, എന്ത് കാണുമ്പോഴും ഇത് തന്നെ പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അനുഭവപ്പെടുക. ഇതൊക്കെ വല്ലാത്ത ചില പ്രയാസങ്ങളായിട്ട് നമ്മളെ ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കെപ്പോഴും നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഇസ്ലാമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അതും ഖുർആനി വചനം തന്നെയാണ്. ഇതിലൊക്കെ അല്ലാഹു തആല നമ്മളോട് പറയുന്നത്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് നമുക്ക് ഓരോ മനസ്സിനും സമാധാനം കിട്ടുന്നത്. സ്കൂളിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്നത്. അതുപോലെ ഏതൊരു കഷ്ടതക്കും ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറയുമ്പോൾ അവിടെ റബ്ബ് തആല നമ്മളോട് പറയുന്നുണ്ട്, ഏതൊരു പ്രശ്നങ്ങളുടെ ശേഷവും നമുക്കൊരു ഇറക്കം, ഒരു എളുപ്പം വരുന്നുണ്ട്. ഏത് ബുദ്ധിമുട്ടിൻ്റെ കൂടെയും എളുപ്പം വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ സുജൂദ് ചെയ്യുക, നമസ്കരിക്കുക, നമസ്കാരത്തിലൂടെ, സുജൂദിലൂടെ, ദിക്റിലൂടെ, അതുപോലെ ശുക്റിലൂടെ. ശുക്ർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശുക്റിലൂടെ നമ്മൾ സമാധാനം കണ്ടെത്തുക. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സന്തോഷങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഗുണങ്ങളെയും, നമുക്ക് കിട്ടുന്ന സമാധാനങ്ങളെല്ലാം ആലോചിച്ചിട്ട് നമ്മൾ കിട്ടിയതിന് നമ്മൾ നന്ദി പറയുക. അത് സ്മരിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ലൈഫിൽ സന്തോഷങ്ങൾ അവിടെയും ഇവിടെ എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ അത് മാത്രം ഓർക്കാതെ കിട്ടാത്തതിനെ മാത്രം ഓർക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ എന്തെങ്കിലും നമ്മുടെ വീടാണെങ്കിലോ മറ്റേതാണെങ്കിലോ എന്തായിക്കോട്ടെ, ഒരു കാര്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മൾ എന്താണോ ഉള്ളത്, ആ ഉള്ളതിനെ നമ്മൾ തൃപ്തിയോടെ ഓർക്കുക, സ്മരിക്കുക, പടച്ചോന് ഹംദ് പറയുക, ശുക്ർ പറയുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ആശ്വാസം കിട്ടും. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞ പോലെ, സ്ട്രെസ് ജേർണലിംഗ് എന്ന് പറഞ്ഞത് ചെയ്യാവുന്നൊരു പ്രവൃത്തിയുണ്ട്.
കുറേ ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ ഇതുപോലെ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുമ്പോൾ ഏത് കാര്യമാണോ നമ്മളിങ്ങനെ അലട്ടുന്നത്, ഏത് കാര്യമാണോ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ആ കാര്യം നമ്മൾ എഴുതി വെക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകം അതിനായിട്ട് വേണമെങ്കിൽ എടുത്ത് വെക്കുക. നമ്മുടെ വിഷമങ്ങളെയൊക്കെ എഴുതി വെക്കുക, പ്രയാസങ്ങളൊക്കെ എഴുതി വെക്കുക. അതുപോലെ നമുക്ക് അങ്ങനെ ആ ഒരു ചിന്ത അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു റിലാക്സ് കിട്ടും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതങ്ങ് ഇറങ്ങിയ പോലെ ഒരു റിലാക്സ് കിട്ടും. അതുപോലെ വേണമെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ എഴുതുമ്പോഴും നമ്മൾ എത്രത്തോളം റിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം റിച്ച് മീൻസ് മാനസികമായ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സംതൃപ്തി അതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇല്ലായ്മയിലേക്ക് അല്ലെങ്കിൽ വിഷമങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രയാസങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുമ്പോഴാണ് നമുക്കൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടല്ലോ, നമുക്ക് എന്തെല്ലാം നടക്കാനുണ്ടല്ലോ, നമുക്കിതെല്ലാം ചെയ്യണമല്ലോ, ഇതെല്ലാം സംഭവിക്കണമല്ലോ എന്നാലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ എന്ന് വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്. അത്തരം ആ ഒരു ചിന്താഗതി ചിലതൊക്കെ നമ്മളിങ്ങനെ സമ്മർദ്ദത്തിലാക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അത് ഒരു പോസിറ്റീവായ വശമാണ് അത്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ, അതിങ്ങനെ ആലോചിച്ച ഒരു പരിധിവരെ ആലോചന കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ റബ്ബിലേക്ക് വിടുക, അല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് വിടുക. അത് ആ സമയമാകുമ്പോൾ നടക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് നടക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആലോചിച്ച് നമ്മളില്ലാണ്ടിരിക്കുന്ന കാരണം ആലോചിച്ച് നമ്മളില്ലാതായി പോകുന്നതിനേക്കാൾ നല്ലതാണ് ആ കാര്യം അതിൻ്റെ വഴിക്ക് ആ കാര്യം നടക്കാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളെയും നമ്മളടക്കം, ഞാനടക്കമുള്ള എല്ലാവർക്കും നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ആ ഒരു റബ്ബിൻ്റെ സ്മരണയിലൂടെ അല്ലെങ്കിൽ നല്ല ചിന്തയിലൂടെ ഒരു ഹസ്നുള്ളെന്ന് നമ്മളിന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ചിന്തയിലൂടെ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഹുസ്നുള്ളെന്ന്. അപ്പോൾ അതിലൂടെ നമുക്ക് ശുഭവിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള സ്മരണയിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമുക്ക് നല്ല ചിന്തകളെ കൊണ്ടു നടക്കാനും അതിന് പ്രാക്ടീസ് ചെയ്യാനും അള്ളാഹു അതിനുള്ളൊരു സൗകര്യവും അതിനുള്ളൊരു മനസ്സും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.